നമ്മുടെ ജിഫ്രി മുത്തുക്കോയത്തങ്ങളുമായിട്ട് മീഡിയ വണ്ണിൻ്റെ ഹാങ്കർ ഗോപികൃഷ്ണൻ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നതായിട്ട് കാണാനിടയായി. അതിൽ അദ്ദേഹം ചോദിക്കപ്പെടുന്നത് ചില വിഷയങ്ങൾ സമസ്തയ്ക്ക് ലീഗുമായിട്ടുള്ള ബന്ധം എவ்விதമാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അതിന് തങ്ങൾ പറയുന്ന മറുപടി, ലീഗ് സമസ്തയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഒരേപോലെ ബന്ധങ്ങളാണ്. പക്ഷെ അതിൽ പറയാനുള്ളത്, എടുത്തു പറയാനുള്ളത്, സമസ്തയിലുള്ള ഒരു വിഭാഗങ്ങളാണ് ലീഗിലുള്ളത്, ലീഗിലുള്ളവരാണ് സമസ്തയിലുള്ളത്. അങ്ങനെ ഒരു വ്യത്യാസം അതിലുണ്ട് എന്ന് കരുതി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും അകൽച്ചയില്ല സമസ്ത സംഘടനയ്ക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഈ സുന്നികൾ ഇപ്പോൾ വിഘടിച്ച് നിൽക്കുകയാണ്. അവർ ഒരു ആശയം പേറുന്ന ആളുകളാണ്. അപ്പോൾ അവരെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത്, സമസ്തയുടെ ഈ ഭാഗങ്ങളുടെ ലക്ഷ്യം ബിദഈ പ്രസ്ഥാനങ്ങളെ, അവരുടെ പൊള്ളത്തരങ്ങൾ മറ്റുള്ളവർക്ക് തുറന്നു കാണിക്കുക എന്നതാണ്. ഇപ്പോൾ ബിദഈ പ്രസ്ഥാനങ്ങൾ എന്താണെന്ന് ഒരു പക്ഷേ അന്യമതസ്ഥർക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികൾക്ക് തന്നെ ബിദഈ പ്രസ്ഥാനങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വിശകലനമാണ് ഞാനിതിൽ പറയുന്നത്. ബിദഈ പ്രസ്ഥാനം എന്ന് ഉദ്ദേശിക്കുന്നവർ മുജാഹിദ് ജമാഅത്ത് പോലത്തെ പ്രസ്ഥാനങ്ങളെയാണ്. അപ്പോൾ എന്താണ് അവരുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കാൻ സാധ്യമാവേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ, എന്താണ് അവരുടെ പൊള്ളത്തരങ്ങൾ എന്നും കൂടി നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇടയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമികമല്ലാത്ത പല അനാചാരങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ പരിസരത്തൊക്കെ പള്ളിയിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ, ഇപ്പോൾ മുജാഹിദ് ജമാഅത്തിൻ്റെ പള്ളിയിൽ നിന്നും ബാങ്കുരിയുടെ ശബ്ദമല്ലാതെ മറ്റ് ശബ്ദങ്ങളൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. ഇപ്പം ഞാൻ വസിക്കുന്ന രാജ്യത്ത് മുജാഹിദ് പള്ളിയുണ്ട്, സുന്നികളുടെ പള്ളികളുണ്ട്. സുന്നികളുടെ പള്ളിയിൽ നിന്ന് ദിക്റും സലാത്തും മൗലൂദും പ്രാത്തീഫൊക്കെ മൈക്ക് വെച്ച് പുറത്ത് മറ്റ് മതസ്ഥർക്കും മറ്റ് ജനവിഭാഗങ്ങൾക്കും അലോസരമാകുന്ന രീതിയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു വിഷമമല്ല, കാരണം നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുജാഹിദ് പള്ളിയിൽ നിന്ന് ബാങ്കുലി ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചന്ദനക്കുട ആഘോഷങ്ങൾ, കുത്തുറാത്തിഫ്, മാല മൗലൂദ്, ഈ വക പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സുന്നി പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ ബിദഈ പ്രസ്ഥാനങ്ങൾ പറയുന്നത്, വളർന്നു വരുന്ന നമ്മുടെ തലമുറയെ ഇസ്ലാമിക രീതിയിൽ വളർത്തപ്പെടുകയും അവർക്ക് ഇത്തരം അനാചാരങ്ങളുടെ പിറകിൽ പോവാതെ ഈ രാജ്യത്തിനും ഈ സമൂഹത്തിനും ഗുണകരമാകുന്ന വിഭാഗങ്ങളായി അവരെ മാറ്റി തീർക്കുകയും വിദ്യാഭ്യാസപരമായി അവരെ ഉയർത്തിക്കൊണ്ടുവരികയും തൊഴിൽപരമായി അവർ ഉയർച്ചയിൽ എത്തപ്പെടുകയും ചെയ്യണം എന്നുള്ള നിലക്കാണ് അവർ പല വിദ്യാലയങ്ങളും പല സംരംഭങ്ങളും ആയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച്, ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ഇന്ന് വികസിച്ചിട്ടുള്ള ടെക്നോളജികളെ ഉപയോഗപ്പെടുത്തി ഇസ്ലാമിൻ്റെ നല്ല വശങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് അവർ നാടകരംഗത്തും സിനിമാ രംഗത്തും മറ്റ് രംഗങ്ങളിലൊക്കെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിലാണ് മാധ്യമപത്രവും മീഡിയ വണ്ണൊക്കെ. അവരൊക്കെ അത്തരത്തിൽ ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്ന വിഭാഗങ്ങളാണ്.
നമ്മളെ വളർന്നു വരുന്ന മക്കളെ അടുത്ത വർഷം വരുന്ന ചന്ദനക്കുടം ആഘോഷങ്ങൾക്ക് കോപ്പ് കൂട്ടി വളർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിന് ഒരു ഗുണകരമല്ലാത്ത ആളുകളാക്കി മാറ്റുന്നതിന് ബദൽ അവരെ സമൂഹത്തിനും നമ്മൾ വസിക്കുന്ന രാജ്യത്തിനും ഈ വ്യവസ്ഥയ്ക്കും അനുഗുണമാകുന്ന ആളുകളായി മാറ്റി തീർക്കണം എന്നുള്ളൊരു നിലപാടാണ് വിധേയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അവരെ മാറ്റി നിർത്തപ്പെടണം, അവർ തുറന്നു കാണിക്കപ്പെടണം. കാരണം അവർ തീവ്രവാദികളാണെന്ന് പറഞ്ഞു വെക്കണം. ഇതൊക്കെയാണ് ഇതിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. ഈ വിധേയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങളൊക്കെ അവർ പറയുന്നത് നിങ്ങൾ ദീന് പഠിക്കുക, നമസ്കാരം നിലനിർത്തുക, ഇസ്ലാമിൻ്റെ ആചാരങ്ങൾ നിലനിർത്തുന്നതിനോട് കൂടെ ഡോക്ടറാവുക, എഞ്ചിനീയറാവുക, അതുപോലെ IT മേഖലയിലും അത്തരം സാങ്കേതിക വിദ്യകൾ കരസ്ഥമാക്കുക, നല്ല ജോലി കരസ്ഥമാക്കി നിങ്ങൾ ജീവിതം മുന്നോട്ട് നയിക്കാൻ മുന്നോട്ട് വരിക, നാം വസിക്കുന്ന രാജ്യങ്ങൾക്ക് ദ്രോഹകരമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ സന്നദ്ധമായി വളർന്നു വരിക എന്ന താല്പര്യമാണ്. അപ്പോൾ പറയും മറ്റവർക്ക് ആ താല്പര്യം ഇല്ലേ എന്ന് ചോദിക്കും. അവർക്കും ആ താല്പര്യം തന്നെയാണ്. പക്ഷെ അവർ ഇവിടെ നമുക്കറിയാം, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചന്ദനക്കുട ആഘോഷങ്ങൾ ഇതാരാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ സർക്കാരുകളല്ല, ഇത്തരം സംഘടനകളാണ്. ഇത് ഇസ്ലാമികമാണോ? അവരോട് ചോദിക്കുക. അല്ല. അവർ പറയും അല്ല എന്ന് പറയും. അറേബ്യയിൽ നാളിതുവരെയും പ്രവാചകന്റെ കാലശേഷം ഇത്തരം ആഘോഷങ്ങളോ ചടങ്ങുകളോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു? ഇവിടെ നിന്ന് കൺവെർട്ട് ചെയ്തു എന്നുള്ള ആളുകൾ അവരുടെ പൂർവ്വ മതങ്ങളിൽ ഉത്സവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഇവിടെ ചന്ദനക്കുടമുണ്ട്. അങ്ങനെ ഒരു വിഭാഗം ഇങ്ങനെ വാർത്തെടുത്തുകൊണ്ട് ഇതിനനുഗുണമാകുന്ന ആൾക്കാരേക്ക് മാറ്റിയിരിക്കണം. അപ്പം അത് നമ്മൾ ആ രീതിയിലല്ല നമ്മുടെ യുവ തലമുറയെ വളർത്തിയെടുക്കേണ്ടത് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുമ്പോൾ അതല്ല, ഇങ്ങനെയൊക്കെ വേണം എന്ന് അവർ ശാഠിക്കണം. ഇതാണ് ഇതിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ. ഇത് നല്ല ചിന്താഗതിയുള്ള ആളുകൾക്ക് പെട്ടെന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇപ്പം ഇനി ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചന്ദനക്കുട ആഘോഷങ്ങൾ ഈ വിഭാഗങ്ങൾ വേണ്ട എന്ന് വെക്കുക. അവരൊരു ഫത്വ ഇറക്കുക, ഇത് ഇനി അടുത്ത കൊല്ലം മുതൽ നടത്താൻ പാടില്ല എന്ന് വെച്ചാൽ ഇത് നടത്താൻ മുന്നോട്ട് വരുന്നത് ആരാണെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. നമ്മുടെ പ്രദേശങ്ങളിൽ ഒന്ന് പരിശോധിക്കുക, ആരാണ് വരുന്നത്? നിരീക്ഷവാദികളും അത്തരം പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ള ആളുകൾ ഇത് നടത്തണമെന്ന് പറഞ്ഞിട്ട് വരും. കാരണം അവരുടെ താല്പര്യങ്ങൾ ഈ യുവതലമുറ നല്ലൊരു രീതിയിലേക്ക് വളർന്നു വരരുത്. അവർ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങളിൽ പോയിട്ട് ഇതിൻ്റെ പിണിയാളുകളായിട്ട് ഇവരുടെ സമയങ്ങളും ഇവരുടെ ഇതുകളും നഷ്ടപ്പെടുത്തണം. നല്ലൊരു ചിന്താഗതിയിലേക്ക് ഇവർ വളർന്നു വരാൻ പാടില്ല. അപ്പോൾ ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി, ഈ ചാട്ടങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ക്ലബ്ബുകളും പരിസരത്തുള്ള ക്ലബ്ബുകളും മറ്റ് സാംസ്കാരിക സംഘടനകളൊക്കെ ഇസ്ലാമിക രീതിയിലുള്ള ഈ ആഘോഷങ്ങളിൽ എന്ന് പറയുന്ന ആഘോഷങ്ങളിലേക്ക് കോപ്പ് കൂട്ടുന്നതായിട്ട് കാണാം. അടുത്തു വരുന്ന ചന്ദനക്കുട ആഘോഷങ്ങൾക്ക് നമുക്ക് ഇന്ന പോലെ ചെയ്യണം, ഇന്ന അലങ്കാരങ്ങൾ ചെയ്യണം. വാസ്തവത്തിൽ പ്രവാചകൻ കൊണ്ടുവന്ന ദീനിൻ്റെ ലക്ഷ്യം ഇതല്ല. ഈ സമൂഹത്തെ നല്ല രീതിയിൽ വാർത്തെടുക്കുകയും മറ്റ് മതസ്ഥർക്ക് ദ്രോഹകരമല്ലാത്ത ഒരു വിഭാഗമായി മാറ്റിയെടുക്കുകയും അവരുടെ സമയങ്ങളും ഇതുകളും ഊർജങ്ങളും ഇത്തരം വിഷയങ്ങളിൽ കേന്ദ്രീകരിക്കാതെ അവരുടെ ജീവിത നിലവാരം ഉയർത്തപ്പെടുവാനും അവരവർ വസിക്കുന്ന രാജ്യങ്ങൾക്ക് അനുഗുണമാകുന്ന വികസനങ്ങളും സംവിധാനങ്ങളും അവരിലൂടെ ഉയർന്നു വരികയും മറ്റു മതസ്ഥരും സ്നേഹിക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് ചെന്നെത്തപ്പെടുകയും എന്ന രീതിയാണ് വിധേയ പ്രസ്ഥാനങ്ങളുടെ കാഴ്ചപ്പാട്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ വിധേയ പ്രസ്ഥാനങ്ങളുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കണം എന്ന് പറയുമ്പോൾ ആ പൊള്ളത്തരങ്ങൾ എന്താണെന്ന് നമ്മൾ പരിശോധിക്കപ്പെടണം. ആ പൊള്ളത്തരങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ പള്ളിയിൽ നിന്നുള്ള കോലാഹലങ്ങൾ, ഖബറാരാധനകൾ, ചന്ദനക്കുടം ആഘോഷങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ
അതിൻ്റെ പിറകിലല്ല നമ്മൾ പോകേണ്ടത്. നമ്മളെ മക്കളെ വിദ്യ പകർന്നു ഈ രാജ്യത്തിന് അനുഗുണമാകുന്ന യുവാക്കളും യുവതികളും ആക്കി മാറ്റി നല്ലൊരു സംസ്കാര സമ്പന്നരായ ഒരു വിഭാഗങ്ങളാക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കപ്പെടുന്നതാണ് ഈ വിധേയി പ്രസ്ഥാനങ്ങൾ. അപ്പോൾ അവരെ മാറ്റി നിർത്തപ്പെടണം എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മൾ പരിശോധിക്കുക, ചന്ദനക്കുളം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആഘോഷങ്ങൾ, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആചാരങ്ങൾ, ആ തുള്ളിച്ചാടലുകൾ, ഇതൊക്കെ ഇസ്ലാമികമാണോ? ഇതാണോ നമ്മൾക്ക് വേണ്ടത്? ഇത്തരം ഒരു വിഭാഗങ്ങളെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്. പക്ഷെ അവർക്ക് ഇതൊക്കെ വേണം. അപ്പോൾ ഇത് ഈ രൂപത്തിലല്ല നമ്മൾ പോകേണ്ടത് എന്ന് പറയുന്നവരെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കണം. അത് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും അതിനോടനുബന്ധമായുള്ള വിഭാഗങ്ങളും അതിന് ഓശാന പാടും. അവർ കുഴപ്പക്കാരാണ്. കാരണം കുഴപ്പക്കാരാണെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അവർ ആ ചിന്താഗതിയിലേക്ക് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവരുടെ ചിന്താഗതികൾക്ക് ഇവിടെ തടസ്സം വരും. മദ്യം ഹറാമാണെന്ന് വ്യക്തമായി പറയുന്ന ഇത്തരം അനാചാരങ്ങൾ വ്യക്തമായി പറയുന്ന വിഭാഗങ്ങളെ തീവ്രവാദികളാക്കി മാറ്റി നിർത്തപ്പെടേണ്ട ആവശ്യമുണ്ട്. അപ്പം അതിന് അനുഗുണമാകുന്ന ആളുകളെ കൂട്ടിയിണക്കിക്കൊണ്ട് വോട്ട് സൃഷ്ടിക്കേണ്ട ആവശ്യം അക്കൂട്ടർക്കുണ്ട്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇത് ചിലപ്പോൾ ഒരു അന്യമതസ്ഥർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. വിവരമുള്ള അന്യമതസ്ഥർക്ക് അറിയാം. വിവരം എല്ലാവർക്കും ഇപ്പോൾ വിവരം എന്ന് പറഞ്ഞപ്പോൾ ഈ മുസ്ലിം വിഭാഗങ്ങളിൽ തന്നെ ആ ഭാഗങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്ത വിഭാഗങ്ങളുണ്ട്. ഇപ്പം വിദ്യാഭ്യാസം ഉയർന്ന നിലവാരം നേടിയ ഒരുവിധം യുവാക്കളൊക്കെ ചിന്തകളൊക്കെ അവർക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയങ്ങൾ, ഈ കുത്തിറാത്തിപ്പ്, മാലമൗലൂദ്, ഖബറാരാധന, ചന്ദനക്കുളം ഇത്യാദി മൈക്ക് കോലാഹലങ്ങൾ ഇതിനു വേണ്ടി വിനിയോഗിക്കേണ്ടതല്ല. ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് 5 നേരം നമസ്കരിക്കാൻ, നോമ്പ് നോക്കുക, കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുക, നമ്മുടെ ജീവിതം പ്രവാചകൻ പറഞ്ഞ പോലെ ജീവിതം ചിട്ടപ്പെടുത്തുക. ഒരു മനുഷ്യനെ കൊന്നാൽ മാനവകുലത്തിനെ കൊന്ന പോലെയാണ് എന്നൊക്കെ പറയുന്ന മതത്തിൽ നിന്ന് വ്യത്യസ്തമായ ചിന്താഗതികൾ വെച്ച് പുലർത്താൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾ വിധേയി പ്രസ്ഥാനങ്ങളാണ്, നിങ്ങൾ കുഴപ്പക്കാരാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ അവർ മറ്റൊരു ഭാഗം പറയട്ടെ, മറ്റൊരു വിഷയം അവർ പറയട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് അതിനത്. അപ്പോൾ ഇവർ ഒരു മാറി ചിന്തിക്കേണ്ട കാലങ്ങളായിട്ടുണ്ട്. കാലങ്ങൾ പുരോഗമിക്കുമ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ച് വളർന്നു വരുന്ന ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ശരിയായ വശങ്ങളെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു രീതികളാണ് ഈ വിധേയി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ തീവ്രവാദികളും പ്രശ്നക്കാരും ഒക്കെ ആക്കി മാറ്റിക്കൊണ്ട് ഇവരുടെ ഈ ചെയ്തികൾ പോഷിപ്പിക്കപ്പെടുകയും വീട്ടിലൊന്നും കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ മൈക്ക് വെച്ചിട്ട് കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും അലോസരപ്പെടുത്തുന്ന രീതികൾ വെച്ച് പുലർത്തുന്ന ഈ വിഭാഗങ്ങളെ മാറ്റിയെടുക്കപ്പെടേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഈ വിധേയി പ്രസ്ഥാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ തീവ്രവാദികളാണ്, അവർ പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിലാണ് ആ വിഭാഗങ്ങളെ ഇവരെ കൂടെ നിർത്താൻ കഴിയുള്ളൂ. ഞാൻ സമസ്ത വിരോധിയോ ലീഗ് വിരോധിയോ ഒന്നല്ല. അവരുടെ ചിന്താഗതികൾ കുറച്ച് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഒരു വിധേയി പ്രസ്ഥാനങ്ങളുടെ യുവതീയുവാക്കൾ വളർന്നു വന്ന് അവർ ഉന്നത ജോലികളും വിജ്ഞാനങ്ങളും നേടണം എന്ന കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്. നേരെ മറിച്ച് മറ്റുള്ളവരിൽ അവർ പഠിച്ചിട്ടുള്ള രീതികൾ വെച്ചുകൊണ്ട് അവർക്ക് എങ്ങനെ 4 പൈസ ഉണ്ടാക്കാൻ പറ്റും, ദിക്കറുകൾ ഏത് രൂപത്തിൽ രൂപപ്പെടുത്തണം, എങ്ങനെ ആൾക്കാരെ കൂട്ടായ്മകൾ ആക്കി അതിൽ നിന്ന് വരുമാനമുണ്ടാക്കണം എന്നൊരു താല്പര്യമാണ്. ആ താല്പര്യത്തിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ഏത് വിധത്തിലെ പുരോഗതി ഉണ്ടാവുക? പക്ഷേ ഇത് ഉയർന്ന നിലവാരത്തിൽ വിദ്യാഭ്യാസം നേടി അവൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും അവൻ്റെ മേഖലകളും പുഷ്ടിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് അത് ഗുണകരമാവും.
ആ ചിന്താഗതിയിലേക്ക് നമ്മുടെ സമൂഹത്തിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് വിധേയ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങൾ. ഇത് തിരിച്ചറിയണം നമ്മൾ. ഇതൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ സുന്നി പ്രസ്ഥാനങ്ങളോ ലീഗിൻ്റെ അല്ലെങ്കിൽ അത്തരം വിഭാഗങ്ങളോട് എതിരായിട്ട് നിൽക്കുന്ന ആളല്ല. നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ, നമ്മുടെ തലമുറയെ അത് ബോധ്യപ്പെടുത്തിയേ പറ്റൂ. അല്ലെങ്കിൽ റോഹിംഗ്യൻ അഭയാർത്ഥികളെ പോലെ മറ്റുള്ളവരുടെ ചോദ്യം ചെയ്യപ്പെടലുകൾക്ക് നമ്മൾ ഉത്തരവാദികളാവേണ്ടി വരും. ഒരുവിധം വികസിത രാജ്യങ്ങളൊക്കെ പുരോഗമിച്ചിട്ടുള്ളത് അത്തരം യുവാക്കളെ വാർത്തെടുത്തുകൊണ്ട് രാജ്യത്തിന് അനുഗുണമാവുന്ന പല രീതികളും ടെക്നോളജികളൊക്കെ അവരിലൂടെ വികസിപ്പിച്ചുകൊണ്ടാണ് ആ നാട് പുരോഗതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അമേരിക്കയായാലും മറ്റ് ഏത് രാഷ്ട്രങ്ങളായാലും ശരി. പക്ഷെ നമ്മൾ അന്ധവിശ്വാസ അനാചാരങ്ങളെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ആൾദൈവങ്ങളെയും ഷെയ്ഖുമാരെയും മുരീദുമാരെയും സൃഷ്ടിച്ചുകൊണ്ട് അവരെ അകത്തളങ്ങളിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് ഈ രാജ്യത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ്, ഈ വ്യവസ്ഥയോട് ചെയ്യുന്ന ദ്രോഹമാണ്, നമ്മുടെ ദീനിനോട് ചെയ്യുന്ന ദ്രോഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം.